ഫ്രണ്ട്സ്, എന്നുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇന്ന് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ കാറിലാണല്ലോ, ഞങ്ങളൊരു എവിടെയെങ്കിലും പോകാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആക്ച്വലി സമ്മർ ആയി കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ ഒരു 3-4 ദിവസത്തേക്ക് എല്ലാ പ്രാവശ്യം ട്രിപ്പ് പോകുന്നു. അപ്പം ഈ കൊല്ലത്തെ ട്രിപ്പ് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. വേറെ ഇങ്ങോട്ടും അല്ല, ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു 3 മണിക്കൂർ ട്രാവല്, 3.5 മണിക്കൂറുണ്ട് കേട്ടോ. ഹോട്ടലോ? ഹോട്ടലിൽ പോവാ ഞങ്ങള് അല്ലേ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയ്ക്കാട്ടോ അവ ഇങ്ങനെ എന്തോ ഒരു വേർഡ് പറയാൻ തുടങ്ങിയത്. അതെന്താന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ഞാൻ കുറെ പ്രാവശ്യം എൻ്റെ അടുത്ത് സംസാരിച്ചു നോക്കി എന്താവും പറയുന്നത്, എന്തോ ട്രാവൽ ചെയ്യുന്നതിന്റെ റിലേറ്റോ അതോ നേരത്തെ ട്രാവൽ ചെയ്തതിന്റെയോ അങ്ങനെ എന്തൊക്കെയോ ഒരു വേർഡാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണക്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ചില സമയത്ത് ഇങ്ങനെയാണ് ഇവർ പറയണൊന്നും മനസ്സിലാവത്തില്ല. അപ്പം ഷെഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ കുറച്ച് കാണാൻ നല്ല സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നല്ല റിവ്യൂസും കണ്ട കാര്യങ്ങൾ, അപ്പം അതൊക്കെ കാണാം. പിന്നെ ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട്. ഞങ്ങൾ 6 മണിക്ക് ആവണമെന്ന് വിചാരിച്ചത്, പക്ഷേ റെഡിയെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 7 മണിയായി. നമുക്ക് ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. രാവിലെ വെള്ളികളാണല്ലോ മൊത്തം. എന്താണല്ലോ നമുക്കിനി ട്രാവൽ തുടങ്ങാം. നമ്മൾ ട്രാവൽ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ടോ. ഡ്രൈവ് ചെയ്ത് കൊടുത്തു. ഞാൻ പയ്യെ ഒന്ന് ഉറങ്ങി തുടങ്ങിയായിരുന്നു. അന്നേരത്തേക്ക് ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് തന്നെ വിളിച്ചു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാ. നന്നായിട്ട് വിശക്കുന്നു തുടങ്ങി. രാവിലെ നേരത്തെ എഴുതിയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നല്ല റെസ്റ്റോറൻറ്റ് അല്ലേ, എന്താ ചേട്ടാ, കഫേ എന്തോ സംഭവമാണ്. ഞാൻ ഇതുപോലത്തെ സംഭവം ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഈ ആൾക്കാർ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നിർത്തുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പോയി നോക്കാം എന്താ ഉള്ളതെന്ന്. അവയ്ക്ക് ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, അത് കൊടുത്ത് നോക്കാം എന്താ ഉള്ളത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ റെസ്റ്റോറൻറ്റിനാട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ കൂടുതൽ ആൾക്കാർ വരുന്നത് ഈ ട്രക്ക് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഈ ലോങ് ട്രിപ്പിനൊക്കെ പോകുന്നവരാണ്. കാരണം ഇതൊരു ഹൈവേയുടെ തൊട്ട് സൈഡിലുള്ളതാട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ഡിസ്പ്ലേയിലെല്ലാം എഴുതി വെച്ചേക്കുന്നത് ഒരു റൂം പ്ലസ് ഇല്ലെങ്കിൽ ഫ്രഷ് ആവാനുള്ള സ്ഥലം പ്ലസ് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ, അതായത് ഓരോ സമയത്തിൻ്റെ അനുസരിച്ചുള്ള രീതിയിലാട്ടോ അവിടെ ഡിസ്പ്ലേയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഇവിടെ എന്താ പറയുക വോക്കിൻ നമ്മൾ റൂം എടുക്കാതെ ചെന്ന് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ എന്നുള്ളതൊക്കെ. ഭയങ്കര ഡൗട്ട് അടിച്ചിട്ട് ഞാൻ കയറി പോകുന്നത്. അജീഷയോട് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. എല്ലാവർക്കും എന്താ പറയുക വോക്കിൻ ചെയ്യുന്നവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ട്രാവൽ തുടങ്ങിയല്ലോ. പിന്നെ ഏകദേശം ഒരു 2.5 മണിക്കൂറുണ്ട് ഇവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവയ്ക്ക് ഞാൻ ഓംലേറ്റും പാലും എടുത്തിട്ടുണ്ടായിരുന്നു. എവിടെ പോയാലും ഈ 2 സാധനം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തോട്ട് വയ്ക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല ഹെവി ആയിരുന്നു ഭയങ്കരമായിട്ട്. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ പോകുന്നത് ഷെഫീൽഡിലുള്ള പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ കുറച്ച് ട്രെക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബോട്ടിങ്ങും ബോട്ടിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്ന് കാണാം. നമ്മൾ പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയാട്ടോ. കാരണം ഇവിടെ കൂടുതലും കൃഷിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് കണ്ടില്ലേ, മൊത്തം കുറേ നേരമായിട്ട് ഞങ്ങൾ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബിൽഡിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു എന്താ പറയുക നാട്ടുപ്രദേശം എന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിൽ, അതുപോലെയുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിപ്പം ചോളം, അതുപോലെ തന്നെ ഇത് പാലക്കിൻ്റെ ഇതാന്ന് തോന്നുന്നു. പിന്നെ എന്തുമായിരുന്നു, നേരത്തെ കോൺ ഉണ്ടായിരുന്നു, അതായത് ചോളം, പിന്നെ ഗോതമ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗി. അങ്ങനെ ദേ ഒരു 3.5-4 മണിക്കൂറിന്റെ ട്രാവലിന് ശേഷം നമ്മൾ പീക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഗ്രേറ്റ് മാഞ്ചസ്റ്റർ, സ്റ്റാറ്റ്ഫോർഡ്ഷെയർ, ചേസ് ഇങ്ങനെ ഒരു കുറേ പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മലനിരയാണ് പീക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇംഗ്ലണ്ടിലെ ഏറ്റവും ആദ്യത്തെ നാഷണൽ പാർക്കാണ് പീക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. 1951 ഇവരിത് ഒരു നാഷണൽ പാർക്കായിട്ട് മാറ്റുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ പോകുന്നത് ഒരു കേവ് കാണാനാണ്. ഇവിടെ വളരെ പണ്ട് മുതൽ തന്നെ മനുഷ്യവാസമുള്ള ഒരു സ്ഥലമായിരുന്നു. അതായത് വളരെ പണ്ട് മുതൽ
ആ കാലത്തൊക്കെ ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ ഗുഹകളിലാണ്. അങ്ങനെ ഒരു കേവിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. അതായത് റോമൻസിനും അതിനൊക്കെ ഒരുപാട് മുമ്പ്. പിന്നെ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര പിന്നെ ഇവിടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു, എന്തോ ഒരു ആഡ് ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കാണാൻ പറ്റിയിരുന്നു പോകുന്ന വഴിക്ക്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഈ അരുവികളും പുഴകളും തോടുകളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഏകദേശം നമ്മുടെ ഒരു ഇടുക്കി ഇല്ലെങ്കിൽ എന്താ പറയുക കേരളത്തിൻ്റെ ഒരു ശരിക്കും ഒരു മൂന്നാറ് അതുപോലെയൊക്കെ ഇല്ലേ, ആ ഒരു പ്രകൃതി ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാട്ടോ പീക്ക് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. നമ്മൾ വണ്ടി ഇട്ട് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കാണ്ടായിരുന്നു കേവ് കാണാൻ കേട്ടോ. പോകുന്ന വഴിയും ഏകദേശം നല്ല അടിപൊളി സ്ഥലമായിരുന്നു, ഒട്ടും ബോറടിപ്പിക്കത്തില്ലായിരുന്നു. ഞാനൊരു മൗണ്ടൻ പേഴ്സൺ ആണ്, കാരണം എനിക്ക് ഇങ്ങനത്തെ എന്താ പറയുക കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രിപ്പുകളൊക്കെ കൂടുതലും ഇഷ്ടം. ഇങ്ങനെ കുന്ന് കയറാനും മല കയറാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനത്തെ കാര്യം. പിന്നെ പീക്ക് ഡിസ്ട്രിക്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ട്രെക്കിംഗ്, ഹൈക്കിംഗ്, അതുപോലെ തന്നെ സൈക്ലിംഗ്, പാരാഗ്ലൈഡ് ആക്ടിവിറ്റീസ്, ഇങ്ങനത്തെ ഉള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് കേട്ടോ. ഇവിടെ വന്ന് ചെയ്യുവാണെങ്കിൽ സൈക്കിളൊക്കെ നിങ്ങൾക്ക് റെൻറ്റിനെടുത്ത് സൈക്ലിംഗ് പോവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കേവിൻ്റെ അടുത്തെത്തി. ഈ കേവ് വിസിറ്റ് ഒരു ടിക്കറ്റ് എൻട്രി ആട്ടോ. ഇവിടെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇവിടെ ഒരു അഡൽട്ടിന് ടിക്കറ്റ്സ് വരുന്നത്, അതായത് 16+ ഉള്ള ആൾക്കാർക്ക് വരുന്നത് 21 പൗണ്ട്സും 50 പെൻസും വരുന്നത്. അതുപോലെ 5 to 16 വരെ ഉള്ളവർക്ക് 13 പൗണ്ട്സും 0 to 5 വരെ ഉള്ളവർക്ക് ഫ്രീ എൻട്രിയാണ് വരുന്നത്. പിന്നെ ഇവിടെ എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് ഇവർ ടൂർ വിസിറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ എവറി 1 അവറിലും ടൂർ വിസിറ്റ് ഉണ്ട്. ഈ ടൂറിൻ്റെ കൂടെ നമുക്കൊരു ഗൈഡും കാണും കേട്ടോ, ഇത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് ഏകദേശം ഒരു 1 മണിക്കൂർ നീണ്ട ഒരു കേവ് വിസിറ്റ് ആണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ അടുത്ത് കയറി. ഇവിടെ പണ്ട് കാലത്ത് താമസിച്ചുകൊണ്ടിരുന്ന കയറുണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പം നമുക്ക് ഈ ടൂർ ഗൈഡ് ഇവരിവിടെ എവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നതിനും ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതുപോലെ തന്നെ ഇവർ പണ്ട് കാലത്ത് എങ്ങനെയാണോ കയറുണ്ടാക്കിക്കൊണ്ടിരുന്നത് അതിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും ആ സെയിം ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് ഇവരിത് ഉണ്ടാക്കി കാണിക്കുന്നത്. അവർ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെറ്റീരിയൽസും അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന മാനുഫാക്ചറിങ് തിങ്സും എല്ലാം കാണിച്ചു തരും. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പയ്യെ താഴത്തേക്ക് ഇറങ്ങി. പുറത്ത് ഏകദേശം 25 ഡിഗ്രി സെൽഷ്യസ് ചൂടാണെങ്കിലും ഇതിൻ്റെ അകത്ത് 6 to 7 ഡിഗ്രി ചൂടാട്ടോ ഉള്ളത്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി താഴെ എത്തിക്കഴിഞ്ഞപ്പം അയാൾ കാണിച്ചു തന്നിട്ട് ഇത് പണ്ട് കാലത്ത് ഇതിൻ്റെ അകത്ത് താമസിച്ചുകൊണ്ടിരുന്നവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്താ പറയുക ഒരു ടൈപ്പ് ബോട്ടാട്ടോ ഇത്. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പിന്നെയും താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇവർ പറയുന്നത് പണ്ട് കാലത്ത് ഇത് എന്താ പറയുക വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നിറയെ ഫോസിലും അങ്ങനെയുള്ള പിന്നെ ലൈം സ്റ്റോണും കാര്യങ്ങളും ഒക്കെയാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ കേവിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഡെവിൾസ് ആർക്ക് എന്നുള്ളൊരു പേരും കൂടെ. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പം ഇവിടെ വലിയൊരു ഹോളുണ്ട്. ഹോളല്ല, ഒരു ഹോള്. ഈ ഇതിൻ്റെ അകത്ത് ഫുൾ എയറും പാസ് ഔട്ട് ചെയ്യുന്നത് വെളിയിലേക്ക് പോകുന്നത് ആ ഒരു ഹോൾ വഴിയായിരുന്നു. കാരണം ഇപ്പം നമ്മൾ കയറി വന്ന മെയിൻ എൻട്രൻസ് ഒക്കെ ഇവരത് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ ആ എയർ അങ്ങനെ പോകുന്ന കാരണം എനിക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല കേട്ടോ. എനിക്ക് അവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ആ എയർ പുറത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ വലിയൊരു സൗണ്ടോട് കൂടിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു ഡെവിൾസ്, അതായത് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഡെവിൾസ് ആക്കെന്ന് പറയുന്നത്. പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇത് കണ്ടില്ലേ, പാറ, അതിലൊരു വൈറ്റ് മാർക്സ് കണ്ടില്ലേ. ഇവിടെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് അതിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നല്ല കിട്ടുമായിട്ടുള്ള ഒരു സൂപ്പർ ഫോട്ടോ കിട്ടും കേട്ടോ. ഞാനത് ഇവിടെ സ്ക്രീനിൽ വെച്ചേക്കാം. പിന്നെ ഇപ്പം ഇവർ ഈ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യും, കാരണം നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാം. പണ്ട് കാലത്ത് ഇവരിവിടെ എങ്ങനെയായിരുന്നു പണിയെടുത്തത്. ഇത്രയും ഡാർക്കായിരുന്നു ഇതിൻ്റെ അകത്ത്. ആകെ അവർക്കുണ്ടായിരുന്നത് ജസ്റ്റ് ഒരു ചെറിയ മെഴുകുതിരി വെട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർ ഫോട്ടോ എടുക്കാനും സമ്മതിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ല വൈറ്റ് സ്ക്രാച്ച് വരുന്ന ഇതിൽ അത് നല്ല അടിപൊളി ഒരു ഫോട്ടോയാണ്. ഞാനിവിടെ എവിടെയെങ്കിലും സ്ക്രീനിൽ വെച്ചേക്കാം. പിന്നെ നമുക്ക് ഇവിടം വരെ ആയിട്ട് എൻട്രി ഉള്ളൂ. ഇതിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ പറയാൻ എന്താ പറയുക ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെത്തേക്ക് പോയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ കേവ് ഒക്കെ കണ്ട് ഇറങ്ങി. ഇനി നന്നായിട്ട് വിശന്ന് തുടങ്ങി. 2 മണിയായിട്ട് സമയം.
നമ്മൾ പയ്യെ പോയി ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിക്കാൻ ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിക്കണം. ഭാവി കമ്മ നോ ഹംഗ്രി വൈ. അങ്ങനെ അടുത്ത് കണ്ട റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നേ. നമ്മൾ മേടിച്ചത് ഒരു ബർഗറും ഒരു പിസയായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്ക് കഴിക്കാൻ ഇത്ര തന്നെ മതിയായിരുന്നു, കാരണം നല്ല ഫുൾഫില്ലിംഗ് ആയിരുന്നു. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകാൻ പോയത്, ഇതിപ്പോൾ നമ്മളൊരു കേവ് കണ്ടില്ലേ, കേവിൻ്റെ അകത്ത് തന്നെ ഒരു എന്താ പറയുക ബോട്ടിംഗ് ഉള്ളൊരു സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ നമുക്കെടുക്കാം. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക ബോട്ടിങ്ങിൻ്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അത് ടിക്കറ്റിൻ്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ കയറാൻ പറ്റില്ല. ശരി, സാരമില്ല, നമുക്കിനി കുറച്ച് നേരം മലയും കുന്നുമൊക്കെ ട്രക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനും ഐശ്വര്യനും കൂടെ ഇറങ്ങി. പിന്നെ അവ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എന്താ പറയുക കുന്ന് കയറുക മല കയറുക എന്നുള്ളത്. അവൻ നടക്കും അത്യാവശ്യം, പക്ഷേ ഇങ്ങനത്തെ ഒരു അഡ്വഞ്ചർ പരിപാടി ആദ്യമായിട്ടാണ്. അതുകൊണ്ട് നല്ല ഡൗട്ടുണ്ട് അവ എന്തൂരം കയറും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പിന്നെ പോകുന്ന വഴി മൊത്തം ഇങ്ങനെ എന്താ പറയുക നല്ല അടിപൊളിയുള്ള കാഴ്ചകളാട്ടോ കാണാനായിട്ട്. അതുകൊണ്ട് ഒട്ടും ബോറടിക്കത്തില്ല. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ. ഞാൻ ഒട്ടും ഒരു ബീച്ച് പേഴ്സണല്ല. ഞാൻ കൂടുതലും എനിക്ക് മൗണ്ടൻസ് കാണാനാണ് കൂടുതൽ ഇഷ്ടം. മൗണ്ടൻസ് കാണാനും ഇങ്ങനെ അഡ്വഞ്ചർ പരിപാടി, അതായത് കൂടുതലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനാട്ടോ എനിക്ക് കൂടുതലും ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് പറ്റിയൊരു സ്ഥലമായിരുന്നു ഇത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പയ്യെ നടക്കാൻ തീരുമാനിച്ചു. നമുക്ക് അമൂള് മല വരെ കയറണം കേട്ടോ. നോക്കാം അവ എവിടം വരെ കയറുന്നതിനനുസരിച്ച് നമുക്കും ആ വഴിയിൽ വെച്ച് നിർത്തേണ്ടി വരും. താഴെയാട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. പിന്നെ നമ്മൾ വിചാരിച്ച അത്ര പാടൊന്നുമില്ലായിരുന്നു അവനെയും കൊണ്ട് കയറാൻ വേണ്ടി. നല്ല ഈസി ആയിരുന്നു, കാരണം അവന് കയറുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയത്തില്ല, അവ നല്ല എൻജോയ് ചെയ്ത് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി. പിന്നെ കയറും തോറും നല്ല മീൻസ് ചൂട്, ഞാൻ പറഞ്ഞല്ലോ ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടെങ്കിലും നല്ല കാറ്റുള്ളതുകൊണ്ട് നമുക്ക് അത്ര ചൂട് ഫീൽ ആവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ടോപ്പിലെത്തി. നല്ല അടിപൊളി സീനായിരുന്നു കേട്ടോ. ഇവിടുന്ന് എത്ര നേരം വേണേലും ഇത് നോക്കിയിരിക്കാൻ ഒരു മടിയില്ല കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം സീ ലെവലിൻ്റെ 1600 ഫീറ്റ് മുകളിലാട്ടോ നിൽക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ പാരാഗ്ലൈഡിങ്ങും ഹൈക്കിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല സൂപ്പർ വ്യൂ. അങ്ങനെ മലയെല്ലാം കയറി ഇറങ്ങി. അയ്യോ മടുത്തു കേട്ടോ ശരിക്കും. അവയാണതേ കണ്ടോ നന്നായിട്ട് ഉറക്കം പിടിച്ചു. നമ്മൾ നേരെ റൂമിലേക്ക് പോവുക. അതിനു മുമ്പ് കുറച്ച് വൈകുന്നേരം കഴിക്കാനുള്ള സാധനങ്ങൾ കുക്ക് ചെയ്യാട്ടോ ചെയ്യുന്നത് വൈകുന്നേരത്തേക്കുള്ളത്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇനി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക്. അവിടെ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അവിടെ നിന്ന് നേരെ റൂമിലേക്ക്. ഇനി എങ്ങോട്ടും ഇല്ല, മടുത്തു. അപ്പോൾ നമുക്കിനി റൂമിൽ ചെന്നിട്ട് കാണാം. ചെക്കിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് റൂമിൽ കത്തിയില്ല, കട്ടിംഗ് ബോർഡും ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ കുക്കിംഗ് ഒക്കെ അവസാനിപ്പിച്ച് നമ്മളിതേ കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ KFCയിൽ പോയി കഴിച്ചിട്ട്, ഞാൻ കഴിച്ചില്ല കേട്ടോ, എനിക്കെന്തോ വിശക്കുന്നില്ലായിരുന്നു. ഉച്ചക്കത്തെ ഫുഡ് അതേ ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ അവർ ഉച്ചക്കത്തെ കൂടെ അങ്ങനെ അജയ് ചേട്ടനും അവയും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ കിടന്ന് വാങ്ങണം. അപ്പോൾ ഇനി നാളത്തെ വിശേഷമായിട്ട് വരാം. ബൈ. ഞാൻ ഫ്രഷായി ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഒരാളുടെ ഭയങ്കര പൊട്ടിച്ചിരി കേട്ടാട്ടോ ഞാൻ വന്നത്. അപ്പോൾ ആദ്യം എന്താ കാര്യം എന്ന് മനസ്സിലായില്ല. പിന്നെ വന്ന് TV നോക്കിയപ്പോഴാണ് മനസ്സിലായി ഒരാൾ ടോമാഞ്ചറി കണ്ടിട്ടാ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്. എന്താ പറയുക കാർട്ടൂൺ കണ്ട് ഇത്രയും ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു കാർട്ടൂൺ ആയിരുന്നു പണ്ടിട്ടോ. പലരുടെയുമാണ് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു പോർഷൻ ഇവിടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്.